അമ്മമാർ നിരന്നിരുന്ന് പിന്നെ സമരം നടത്തുകയാണ്, നിരാഹാര സമരം നടത്തുകയാണ്. ഈ അമ്മമാരുടെ നിരാഹാര സമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരുണ്യമുള്ളവരാണ് മലയാളികൾ എന്നുള്ളത്. ആ കാരുണ്യത്തിൻ്റെ പുറകെ മലയാളി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സർക്കാർ അനുഭവിക്കും. അത് ബുദ്ധിപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഇതൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അതിൻ്റെ ഒരു കേളികൊട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മനസ്സിലാക്കിയാൽ മതി. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ CITU-വിനൊപ്പം BMS പങ്കെടുത്ത സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇത് സമരം ഞാൻ ഈ BMS-ൻ്റെയും BJP-ൻ്റെയും സമരത്തിനോടൊന്നും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല. കാരണം ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണ്, അവർ ആ കേന്ദ്രത്തിൽ നിന്നുള്ളത് ആദ്യം മേടിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സമരം നടത്തിക്കോട്ടെ. അതിനൊന്നും ഞാൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ എന്താണ് SUCI സമരം നടത്തുന്നതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എന്താണ്, അവിടെ 450 അമ്മമാർ അവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നതിൻ്റെ വിഷമം സർക്കാർ മനസ്സിലാക്കിയാൽ തീർക്കുക എന്നുള്ളതാണ്. അതിനൊരു ന്യായമായ കൈകാര്യം ചെയ്തിട്ട് തീരുന്ന കേസേ അതുള്ളൂ. അല്ലാതെ 21,000-ലേക്കൊന്നും എത്ര കേസ് അത് വരില്ല. മിനിമമായി സംസാരിച്ചാൽ തന്നെ ആ പ്രശ്നം തീരും. അത് സംസാരിക്കാനുള്ള പക്വത ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാവണം. അല്ലാതെ ഇവിടെ ചെന്നിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയിൽ പോയി പത്രക്കാർ സംസാരിച്ചല്ലോ. അപ്പം എന്താണ് ഈ സമരം തീരാത്തതെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കണം. ആരോഗ്യമന്ത്രിയോട് പറയാം, ഞങ്ങൾ അവരോട് സമരം അവസാനിപ്പിക്കാൻ പറഞ്ഞു, അവർ കേട്ടില്ല. ഇതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ അവരോട് എന്ത് പറയാനാണ്? അത് തീർത്താൽ അവർക്ക് കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ.